ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. യു.എയിൽ അടുത്ത വർഷം വരുന്നത് വൻ സാമ്പത്തിക മാറ്റങ്ങൾ. തൊഴിലാളികളുടെ ശമ്പളം വൈകിയാൽ തൊഴിൽ മന്ത്രാലയം ഇടപെടും. പ്രവാസികൾക്ക് ആശ്വസിക്കും. യു.എയിലെ സാധാരണക്കാരായ പ്രവാസി തൊഴിലാളികൾക്ക് ആശ്വാസവാർത്ത. ശമ്പളം വൈകിയാലോ തടഞ്ഞുവെച്ചാലോ ഇനി മന്ത്രാലയം തത്സമയം ഇടപെടും. 2026 ആകുമ്പോഴേക്കും എല്ലാ മാസവും ശമ്പളം കൃത്യമായി തൊഴിലാളികളുടെ അക്കൗണ്ടിൽ എത്തുന്നുണ്ടെന്നുറപ്പാക്കാൻ മന്ത്രാലയം തത്സമയ നിരീക്ഷണം കൂടി ഏർപ്പെടുത്തും. ഇത് പ്രവാസി തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസമാകും. കൂടാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റേതെങ്കിലും രീതിയിൽ പണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടാവുകയോ ചെയ്താൽ അത് മുൻകൂട്ടി അറിയാൻ AI വഴി സാധിക്കും. എല്ലാവർക്കും ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായി വലിയ മെസ്സേജുകൾക്ക് പകരം ലളിതമായ ഭാഷയിലാണ് ഫോണിലേക്ക് മുന്നറിയിപ്പുകൾ വരിക. അതിനാൽ നിലവിൽ യു.എയിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളിൽ നിന്ന് സാധാരണക്കാരായ തൊഴിലാളികളെ രക്ഷിക്കാൻ ഈ സംവിധാനം വലിയ സഹായമാവും. സാലറി ആപ്പുകൾ വെറും ബാലൻസ് നോക്കാൻ മാത്രമുള്ളതല്ല. 2026 ആകുമ്പോഴേക്കും ഈ ആപ്പുകൾ വഴി നാട്ടിലേക്ക് പണം അയക്കാനും കറണ്ട് ബില്ലും ഫോൺ ബില്ലും അടയ്ക്കാനും ചെറിയ രീതിയിലുള്ള സമ്പാദ്യ പദ്ധതികളിൽ ചേരാനും സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാന സർവീസുകൾ വ്യാപകമായി തടസ്സപ്പെട്ടു. പ്രവാസികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലഞ്ഞു. സാങ്കേതിക കാരണങ്ങളാൽ റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാന സർവീസുകൾ വ്യാപകമായി തടസ്സപ്പെട്ടു. ചില സർവീസുകൾ റദ്ദാക്കുകയും മറ്റു ചിലത് വൈകുകയും ചെയ്തു. ഇന്ധന വിതരണ സംവിധാനത്തിലെ അറ്റകുറ്റപ്പണികളാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം. യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്നും പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാൻ വിവിധ ഏജൻസികളുമായി ചേർന്ന് അതോറിറ്റി ശ്രമിച്ചുവരികയാണെന്നും വിമാനത്താവള വക്താവ് വ്യക്തമാക്കി. വിമാനത്താവളത്തിലെ തിരക്കൊഴിവാക്കാനും യാത്രക്കാരുടെ സൗകര്യം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് വിമാനത്താവളത്തിലേക്ക് തിരിക്കുന്നതിനു മുമ്പ് അതത് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് സമയക്രമം ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. പ്രതിസന്ധിയെ തുടർന്ന് സൗദി അറേബ്യൻ എയർലൈൻസും ഫ്ലൈ അദിയിലും തങ്ങളുടെ നിരവധി സർവീസുകൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്തതായി അറിയിച്ചു. വിമാനങ്ങൾ റദ്ദാക്കിയതുമൂലം ബുക്കിംഗിൽ മാറ്റം വരുത്തേണ്ടിവരുന്ന യാത്രക്കാരിൽ നിന്ന് അധിക ഫീസ് ഈടാക്കില്ലെന്ന് സൗദിയ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.